നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ചോദ്യം ചെയ്യലിനിടയിൽ കരച്ചിലിന്റെ വക്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു. ചെയ്ത പാപങ്ങളാണോ അതോ ചില പാപികൾ തന്നെ കൊടുക്കുന്നതിലാണ് കടകംപള്ളി ഈ ധർമ്മസങ്കടത്തിൽ എത്തിയത് എന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതിയാകും. ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കുറച്ച് വിവരങ്ങൾ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റും ഉടനുണ്ടാകുമോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിക്കായി അന്വേഷണ സംഘം കാത്തുനിൽക്കുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മൗനസമ്മതം ലഭിച്ചു കഴിഞ്ഞു. പലവിധ ചോദ്യങ്ങളാണ് ഉയരുന്നത്. വീണ്ടും കടകംപള്ളിയെ വിളിച്ചു വരുത്താനായി തീരുമാനിച്ചിരിക്കുന്നു. പഴയ ട്രെൻഡ് അനുസരിച്ച് വിളിച്ചു വരുത്തി ഇതുവരെയുള്ളവരെ അറസ്റ്റ് ചെയ്തു, മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു അറസ്റ്റിലേക്ക് കടന്നത്. സമാനമായി തന്നെ കടകംപള്ളിയുടെ കാര്യവും മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന പലവിധ വിവരങ്ങൾ SIT സംഘത്തിന് മുന്നിൽ കിട്ടി. ഹൈക്കോടതിയിൽ ഇനി കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ എല്ലാവിധ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. വലിയ വലിയ സ്രാവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അകത്താകുന്ന കാഴ്ചയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആ തീരുമാനം തന്നെയായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആ പ്രധാനിയെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്നാണ് അന്വേഷണ സംഘം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് മേധാവി മുഖേന വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിൽ കേസ് എത്തുമ്പോൾ കൃത്യമായി ഈ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല. വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം എന്തായിരുന്നാലും തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ, കടകംപള്ളി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ട് പോകും. കടകംപള്ളിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ശബരിമല സ്വർണ്ണക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കടകംപള്ളി കൊടുത്ത മൊഴികളിൽ അവ്യക്തത നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കടകംപള്ളി പറഞ്ഞ പല കാര്യങ്ങളും കടകവിരുദ്ധമായിരുന്നു. കടകംപള്ളി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് അന്ന് ഇടപെട്ടു എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. പോറ്റിക്ക് സഹായം ചെയ്യണമെന്ന അപേക്ഷയ്ക്ക് മുകളിൽ എഴുതിയത് സാധാരണ ഒരു നടപടിക്രമമാണോ എന്ന സംശയമാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ പോറ്റിക്ക് വഴിവിട്ടൊരു സഹായം കടകംപള്ളി ചെയ്തു നൽകിയെങ്കിൽ ചെറിയൊരു വിഷയമല്ല. വകുപ്പ് മന്ത്രിയാണ്. ഗുരുതരമായ ചട്ടലംഘനമായിരുന്നു, സത്യപ്രതിജ്ഞാ ലംഘനമായിരുന്നു കടകംപള്ളി നടത്തിയത്. ബോർഡിന്റെ കാര്യങ്ങളിൽ മന്ത്രി ഇടപെടാറില്ല എന്ന മറുപടി അതൊട്ടും തന്നെ തൃപ്തികരമല്ല. പിന്നെ എന്താണ് മന്ത്രിയുടെ ജോലി? ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ശരിയായ ദിശയിലാണോ എന്നുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം പോലും ഇല്ലാതെയാണോ പിണറായി സർക്കാരിന്റെ മന്ത്രിസഭ മുന്നോട്ട് നീങ്ങുന്നത് എന്ന ആക്ഷേപം കൂടി ഇതിന് പിന്നാലെ കേൾക്കുകയാണ്. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള മറുപടിയിലൊന്നും വ്യക്തത കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പോറ്റിയുടെ മൊഴിയെടുത്തതിന് പിറകെ തന്നെ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാനായി ഒരുങ്ങുന്നത്. SITയുടെ 3 മണിക്കൂർ നീണ്ട 100 ചോദ്യങ്ങളടങ്ങിയ ചോദ്യം ചെയ്യലിൽ കടകംപള്ളി ഏറെ വികാരധീനായി സംസാരിച്ചുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരച്ചിലിന്റെ വക്കിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നുവെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരുവിധ അറിവില്ല, തന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുണ്ടായിട്ടില്ല, തനിക്ക് പങ്കില്ല, ദയവ് ചെയ്ത് തന്നെ സ്വർണ്ണക്കള്ളനെന്ന് വിളിക്കരുത് എന്നതടക്കമുള്ള കാര്യമാണ് കടകംപള്ളി പറഞ്ഞത്. ആരോപണങ്ങളേറെ മാനസിക സംഘർഷത്തിലൂടെ തന്നെ കൊണ്ടുപോകുന്നു. അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നാണ് കടകംപള്ളിയുടെ ആവശ്യം. പത്മകുമാറിന്റെയും വാസുവിന്റെയും മൊഴികൾ പരിശോധിച്ചായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മന്ത്രിയായിരിക്കുമ്പോഴടക്കമുള്ള വിദേശയാത്രാ നീക്കങ്ങൾ എന്തിനായിരുന്നു ആ യാത്രകൾ എന്നുള്ള കാര്യങ്ങൾ വിശദമായി ശേഖരിച്ച ശേഷമായിരിക്കും അടുത്ത ചോദ്യം ചെയ്യൽ. കടകംപള്ളിയിലെ വലിയ ഉദയേശ്വരം ക്ഷേത്രത്തിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായ ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതിനൊപ്പം ഏറ്റുമാനൂരിലെ സാക്ഷിക്ക് വീട് വെച്ച് കൊടുത്തതും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിൽ വിശദമായി തന്നെ ചൂണ്ടിക്കാട്ടും. അങ്ങനെയൊക്കെ മന്ത്രിക്ക് വേണ്ടി ഈ ഇടപെടൽ നടത്തിയെങ്കിൽ, കടകംപള്ളിയുടെ മണ്ഡലത്തിലടക്കം വീട് വെച്ച് നൽകുന്ന ചില പ്രവൃത്തികൾ ഉണ്ടായെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രത്യുപകാരമായിരുന്നു, അതല്ലെങ്കിൽ മന്ത്രിയെ അടുത്ത ടൈമിലും വിജയിപ്പിക്കാനുള്ള ചില ബാക്ക്ഗ്രൗണ്ട് വർക്കുകളായിരുന്നു. ഇതിനിടയിലാണ് VD സതീശൻ മുൻപ് പറഞ്ഞ ഒരു ശക്തമായൊരു വിഷയം, അതായത് 2 IPSകാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വിഷയം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പേരുള്ള പലരും ഇത്തരത്തിൽ ഇടപെടൽ സജീവമാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടിയാൽ എന്തായിരുന്നാലും ആ ഉന്നതനെ ഉറപ്പായും പിടികൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സമ്മർദ്ദമുണ്ടാകുന്നത്. കേരള രാഷ്ട്രീയത്തെ ഏറെ പിടിച്ചുകുലുക്കുന്ന ഒരു വലിയ വിഷയമായി ഇത് ഭാവിയിൽ രൂപാന്തരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ആ തീരുമാനത്തിനും മുഖ്യമന്ത്രിയുടെ സമ്മതത്തിനുമായി SIT തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. SIT അന്വേഷണ സംഘത്തിലെ SP മാരായിട്ടുള്ള ശശിധരനും അതുപോലെ തന്നെ ബിനോയും ശക്തമായി തന്നെ
ഇതിനെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ എല്ലാവിധ പിന്തുണയോടും കൂടി തന്നെയാണ് ഈ അന്വേഷണം നിലവിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒന്ന്. പ്രതികളിൽ മാത്രം ഒതുങ്ങാതെ ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പ്രവർത്തിച്ചു, ഇതിൽ തൊണ്ടി മുതൽ എവിടേക്ക് കൊണ്ടുപോയി, ഇതിന് പിന്നിൽ വലിയൊരു നെക്സസ് ഉണ്ടോ, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, അങ്ങനെ പലവിധ വിഷയങ്ങൾ അത് കണ്ടെത്തി കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ നിരവധി ആളുകൾ ഇനി അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നീക്കമുണ്ടായാൽ ആദ്യമുണ്ടാകുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല. അവർ തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഇതൊക്കെ തന്നെയാണ് കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പല തെളിവുകളായി അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധവുമൊക്കെ കൃത്യമായി SIT നിരീക്ഷിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളിയുടെ അറസ്റ്റ് ഉടൻ കാണും എന്നുള്ള സാധ്യത അടക്കം ഉയർന്നു കേൾക്കുന്നത്. മറുഭാഗത്താകട്ടെ UDF കൺവീനർ അടൂർ പ്രകാശിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കുമെന്ന സൂചന ലഭിക്കുന്നു. പക്ഷേ അടൂർ പ്രകാശ് ആകട്ടെ ഇതൊക്കെ തള്ളിക്കളയുകയാണ്. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അത്തരത്തിലൊരു വിവരം ലഭിച്ചിട്ടില്ല. ഇനി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി എങ്ങനെയാണ് കൂടിക്കാഴ്ച നടന്നത്, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത്, അതിന്റെ വിശദാംശങ്ങൾ ഇതൊക്കെ തന്നെ എടുത്തു പറയുന്നു. ഇതിനൊപ്പം തന്നെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴികൾ സംബന്ധിച്ചും പോറ്റിയിൽ നിന്നും അന്വേഷണ സംഘം വ്യക്തത തേടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടകംപള്ളിയെ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോഴായിരിക്കും അറസ്റ്റ് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. കേസ് എന്തായിരുന്നാലും ഉടൻ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തും. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള പല രീതിയിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടിയായിരിക്കും പുറത്തു വരുന്നത്. അതേസമയം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ആഴ്ചയായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത്. കാരണം നേരത്തെ പ്രശാന്ത് നൽകിയ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതിനായി ഈ നിലവിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചറിയാനാണ് പിന്നെയും വിളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ ശബരിമലയെ സംബന്ധിച്ച് കൂടുതൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ കണ്ടതൊന്നും തന്നെയല്ല, ഇതിനപ്പുറം അയ്യന്റെ സ്വത്ത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശബരിമലയിലെ പ്രഭാവലയത്തിലെ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് SIT പറയുന്നത്. 7 പാളികളിലെ സ്വർണ്ണമാണ് അങ്ങനെ നഷ്ടമായത്. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ബെല്ലാരിയിലെ റോദ്ദം ജ്വല്ലേഴ്സ് ഉടമ ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയിലാണ് SIT ഇക്കാര്യം പറയുന്നത്. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയ്ക്ക് പുറമെയാണ് പ്രഭാവലയത്തിലെ സ്വർണം കൂടി നഷ്ടമായി എന്ന വിവരം പുറത്തുവരുന്നത്. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരിൽ നിന്നാണ് SITക്ക് ഈ നിർണായക വിവരം കിട്ടിയത്. 2019 സ്വർണം പൂശാൻ എന്ന വ്യാജേന പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഈ തട്ടിപ്പ് നടത്തിയത്. ശിവരൂപങ്ങളും അതുപോലെ തന്നെ വ്യാളി രൂപങ്ങളും കൊത്തിവെച്ച പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ദശാവതാര രൂപങ്ങൾ പതിപ്പിച്ച പാളികളിലെ സ്വർണവും രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. SIT സംഘം ഇക്കാര്യം കൃത്യമായി തന്നെ കോടതിയിൽ പറയുന്നു. ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ തന്നെ പ്രതികളുമായി ചേർന്ന് അന്യായമായി ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് കോടതി റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 109 ഗ്രാമോളം സ്വർണം പണിക്കൂലിയായി പങ്കജ് ഭണ്ഡാരി തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. ബാക്കി സ്വർണം കട്ടകളാക്കി മാറ്റി ഗോവർദ്ധന് കൈമാറിയിട്ടുണ്ട്. പ്രാഥമിക കണക്കനുസരിച്ച് 989 ഗ്രാം സ്വർണമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടത്, ഏകദേശം 1 കിലോയ്ക്കടുത്ത്. ഇനി VSSCയിലെ പരിശോധനാ ഫലം വരുന്നതോടെ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.